Hello friends, Technique Malayalamത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിൻ്റെ ഏറ്റവും പുതിയ ഇയർഫോൺസ് ആയ റിയൽമി ബഡ്സ് എയർ നിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി റിയൽമി അവരുടെ ഫസ്റ്റ് ഇയർഫോൺസ് ഇറക്കിയുണ്ടായി, റിയൽമി ബഡ്സ് എയർ. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ കുറച്ചുകൂടി അഫോർഡബിൾ ആയ വേരിയൻ്റാണ്, ബഡ്സ് എയർ നിയോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ 2999 രൂപ, അതായത് 3000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റിയൽമി ബഡ്സ് എയർ നിയോ. ബോക്സ് പാക്കേജ് ഓൾമോസ്റ്റ് സെയിം ആണ്, ബഡ്സ് എയർ എൻ്റെ പോലെ തന്നെയാണ് ബോക്സ് പാക്കേജ് വരുന്നത്. ബാക്കിൽ കാണാൻ നമുക്ക് ഡീറ്റെയിൽസ് എഴുതിയത് കാണാം. ഇതിൽ സൂപ്പർ ലോ ലേറ്റൻസി പവർഫുൾ R1 ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനാമിക് ബേസ് ബൂസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 13mm ലാർജ് ഡ്രൈവറാണ്. അതുപോലെ തന്നെ ഓപ്പൺ അപ്പ് ഓട്ടോ കണക്ഷൻ ഓപ്ഷൻ ഉണ്ട്, അതായത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ കണക്ഷൻ ചെയ്യുന്നതാണ്. ബ്ലൂടൂത്ത് 5.0 അഡ്വാൻസ്ഡ് ഓഡിയോ കോഡെക് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് AACയും SBC ആണ്. പിന്നെ സ്മാർട്ട് ടച്ച് കൺട്രോൾസ്, ഇൻ്റലിജൻറ്റ് വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ ഓൾ ഡേ ബാറ്ററി ലൈഫ്, 17 hours പ്ലേ ബാക്ക് കിട്ടുന്നതാണ് റിയൽമി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് റിയൽമി ബഡ്സ് എയർ നിയോ ആണ്. അപ്പോൾ ബഡ്സ് എയർ നിയോൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ, ബോക്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ എക്സാക്ട് സെയിം ആസ് റിയൽമി ബഡ്സ് എയർ. അപ്പോൾ കണ്ടില്ലേ, ലെഫ്റ്റിലിരിക്കുന്ന ബഡ്സ് എയർ നിയോ, റൈറ്റിലിരിക്കുന്ന ബഡ്സ് എയർ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല എന്ന് നമുക്ക് പറയാം. രണ്ടും ഏതാണ്ട് സെയിം ഡിസൈനാണ്, തുറക്കുമ്പോഴും ഓൾമോസ്റ്റ് സെയിം ഡിസൈനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബഡ്സ് എയർ മാറ്റി വെച്ചിട്ട് ബഡ്സ് എയർ നിയോനെ കുറിച്ച് പറയാം. ഇതാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. പിന്നെ വരുന്നത് ഒരു ടിപ്സാണ്, കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഡിസ്പ്ലേ, ബാറ്ററി, കുറച്ച് ടിപ്സ് ആണ്, ഫാക്ടറി റീസെറ്റൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്താ കൂടെ നോക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു മാനുവലാണ്, സ്റ്റാർട്ട് ഗൈഡ് ടു റിയൽമി ബഡ്സ് എയർ നിയോ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ പെയർ ചെയ്യാം, എങ്ങനെ ഇതെല്ലാം ചെയ്യാമെന്നുള്ളതെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ബ്ലൂടൂത്ത് പെയറിങ്, അപ്പോൾ കണ്ടില്ലേ, 2 touch ആൻസർ ദ ഫോൺ, പ്ലേ ആൻഡ് പോസ് ദ മ്യൂസിക്, ഡബിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 touch ടു സ്കിപ്പ് ടു ദ നെക്സ്റ്റ് സോങ്, പ്രസ് 2 seconds ഡ്യൂറിങ് കോൾ ഹാങ് അപ്പ്, പ്രസ് ബോത്ത് സൈഡ്സ് 2 seconds അറ്റ് ദ സെയിം ടൈം, അതായത് രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് 2 second പ്രസ് ചെയ്താൽ ഗെയിം മോഡ്. അപ്പോൾ ഗെയിം മോഡിൽ ലോ ലേറ്റൻസി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ PUBG പോലത്തെ ഗെയിം കളിക്കാൻ ലോ ലേറ്റൻസി ഉണ്ടാവുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്, മൈക്രോ USB ആണ്. ബഡ്സ് എയറിൽ USB Type-C ആയിരുന്നു, ഇവിടെ മൈക്രോ USB ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു മേജർ ചേഞ്ച്. പിന്നെ വയർലെസ് ചാർജിങ് ഇല്ല, അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ IPX4 സർട്ടിഫൈഡ് ആണിത്, മറ്റേത് IP54 ആയിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടെ ലോവർ റേറ്റഡ് ആണ്. ഇതിനകത്ത് ഡസ്റ്റിൻ്റെ ഇല്ല, വാട്ടർ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 13mm ലാർജ് ഡ്രൈവറാണ് വരുന്നത്, മറ്റേതിനകത്ത് 12mm ആയിരുന്നു. ഇതിന് മുൻതൂക്കം ബേസിനോടാണ്, ബേസ് ബൂസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് കമ്പനി പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 17 hours വരെ പ്ലേ ബാക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഇയർഫോൺസ്. പിന്നെ വെയർ ഡിറ്റക്ഷൻ ഇല്ല, അത് വേറൊരു ഫീച്ചർ മിസ്സിംഗ് ആണ്. മറ്റേ വെയർ ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ചെവിയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ മ്യൂസിക് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ ആ ഓപ്ഷൻ ഇല്ല, വെയർ ഡിറ്റക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂസിക് മാനുവലി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതായിരുന്നു ബഡ്സ് എയറിൻ്റെ ഒരു ഇത് ആസ്പെക്ട്സ്. പിന്നെ ഇതിനകത്ത് വരുന്നത് സിംഗിൾ മൈക്രോഫോണാണ്, മറ്റേ ഡ്യുവൽ മൈക്രോഫോൺ ആയിരുന്നു. അപ്പോൾ കോൾസ് എത്രത്തോളം നല്ലതായിരിക്കും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെയർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സൗണ്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ബേസ് നല്ല ബേസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചില പാട്ടുകൾക്ക്, ഫോർ എക്സാമ്പിൾ ബേസ് അത്ര ഉള്ള പാട്ടല്ലെങ്കിൽ, കുറച്ചും കൂടെ മെലഡിയസ് സോങ് ആണെങ്കിൽ പോലും ബേസ് കുറേയും കൂടി ബൂസ്റ്റ് ചെയ്ത് കാരണം സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ. കാരണം ഒരുപാട് ബേസ് ആയാലും പ്രോബ്ലം, എനിക്ക് അത്രയ്ക്കൊരു ബേസ് ഇഷ്ടമല്ല. ബേസ് ആവശ്യമാണ്, പക്ഷേ ഒരുപാട് ബേസ് ബൂസ്റ്റ് ചെയ്താൽ വോക്കൽസും ഹൈസും എല്ലാം തന്നെ ഒരു മഡിൽഡ് അപ്പ് ആയി പോകും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ബേസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ബേസ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കൊള്ളാം. അതല്ല, ഒരു ഓഡിയോ ക്വാളിറ്റി കൂടെ എക്സ്പെക്ട് ചെയ്യുന്നവരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓഡിയോ ഫയൽസ്, പാട്ട് നല്ലോണം ആസ്വദിച്ച് കേൾക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്ര ഒരു മികച്ചതായി നമുക്ക് തോന്നിയില്ല ഫസ്റ്റ് ഇംപ്രഷൻസിൽ. നമ്മൾ കുറേ കൂടെ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് വിശദമായ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻസ് നമുക്ക് അത്ര ഒരു പോസിറ്റീവ് അല്ല. ഇനി ബാറ്ററി ലൈഫ് എല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ വളരെയധികം ബേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത്
കുറച്ചുകൂടെ ആർട്ടിഫിഷ്യൽ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടിഫിഷ്യലായി ബൂസ്റ്റ് ചെയ്ത കാരണം ബേസ് ഒരുപാട് പ്രൊജക്റ്റഡായി നിൽക്കുന്നു. അപ്പോൾ അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കുറേ കൂടെ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻസ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 299 ആണ് പ്രൈസിങ്. അല്ലെങ്കിൽ റിയൽമിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു റിയൽമി ബഡ്സ് എയർ നിയോൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.